നമ്മുടെ ഫാമിലി ട്രിപ്പിൽ നമ്മൾ ആദ്യം വന്നത് രാമക്കൽമേടാണ്. ആദ്യം നമ്മൾ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു. പുട്ടും പൂരിയും പൊറോട്ടയൊക്കെയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. അപ്പൊ ഇനി നമ്മൾ പോണത് ട്രക്കിങ്ങിനാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചതൊന്നും ഒന്നും ആയിരുന്നില്ല. ഞങ്ങൾ ആ പോണ വഴിക്ക് എൻ്റെ അമ്മോ, ഇതിന് മുന്നേ ഇവിടെ വന്ന് ട്രക്കിംഗ് ചെയ്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ആ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. നമ്മൾ ആദ്യത്തെ ലൊക്കേഷൻ ആമപ്പാറയായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറിയപ്പോൾ ഇത് കണ്ടപ്പോഴും ഞാൻ ആകെ ഷോക്കായി. നല്ലൊരു അഡ്വഞ്ചർ റൂട്ടായിരുന്നു. ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു ബുദ്ധിമുട്ടാണ്, നടക്കാൻ കഴിയില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അങ്ങോട്ട് എത്തിയ സമയത്ത് നമ്മുടെ കൂടെ ട്രക്കിങ്ങിന്റെ നമ്മുടെ ജീപ്പിൽ ഡ്രൈവർമാർ അവർ നമ്മൾ നല്ല പോലെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. അതുകൊണ്ട് നമുക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ചില റീൽസിലൊക്കെ ഈ ഒരു ഭാഗം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയായാലും ഞങ്ങൾ നല്ല പോലെ ആസ്വദിച്ചു. ആർക്കും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. ആ പോണ ഓരോ റൂട്ടും ഓരോ വഴികളും എന്താ പറയുക ഇപ്പോഴും മനസ്സിലുണ്ട്. അത്രയും അടിപൊളിയായിരുന്നു. നമ്മുടെ ഹിന്ദു രാമായണ മിത്തോളജി പ്രകാരം ശ്രീരാമൻ സീതാദേവി അന്വേഷിച്ച് പോയ സമയത്ത് കാൽപ്പാട് പതിഞ്ഞ സ്ഥലം എന്നൊക്കെ ഇവിടെ പറയപ്പെടുന്നുണ്ട്. സീ ലെവലിന് ഏകദേശം 3500 ഫീറ്റ് മേലെയാണ് രാമക്കൽമേട് ലൊക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ വനവാസ കാലത്ത് പാണ്ഡവർ ഇവിടെ താമസിച്ചു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇതിനെപ്പറ്റി അറിയുന്നവരായിരിക്കും എന്തിനാ പോയി കഥയൊക്കെ ഞങ്ങളോട് പറയണേന്ന്. പക്ഷെ ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരുണ്ട്. ഇതേ എന്നെ പോലെ തന്നെ. ഞാൻ അവിടെ പോയതിനു ശേഷമാണ് ഇതിനെക്കുറിച്ചുള്ള കഥകളും കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത് തന്നെ. ഞാനിപ്പോ ഈ പറഞ്ഞ കഥകളൊക്കെ ആമപ്പാറയെ കുറിച്ചല്ല, രാമക്കൽമേടിനെ കുറിച്ചാണ്. ആമപ്പാറ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ആമേന്റെ ഷേപ്പിലാണ്ട് പാറകൾ ഇങ്ങനെ ചാരി വെച്ച പോലെ തോന്നും. ഇതിനുള്ളിൽ കണ്ട് കയറി കഴിഞ്ഞാൽ ഫുൾ ഒരു പാസേജ് വേ ആണ്. അത് മാത്രമല്ല നമുക്ക് നല്ല പാനോറമിക് കാഴ്ചകളും കാണാൻ പറ്റും. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഇരുന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ കേട്ടോ. അത് മാത്രമല്ല പിന്നീട് കുറച്ച് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കിടന്നിട്ട് വേണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ 5 ടൈപ്പ് ഓഫ് യോഗ ചെയ്തിട്ടാണ് നമ്മുടെ രാമപ്പാറ കയറി ഇറങ്ങുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അടിപൊളിയായിരുന്നു. മറക്കാൻ പറ്റാത്തൊരു അനുഭൂതിയായിരുന്നു. അവസാനം ഈ കാണുന്ന പോലെയാണ് ഞങ്ങളുള്ളിൽ നിന്ന് ഇറങ്ങി വന്നത്. എന്തൊക്കെയായാലും ഒരു പ്രാവശ്യമെങ്കിലും പോയിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്യണം. ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നീട് അങ്ങോട്ട് എല്ലാവർക്കും ചിരി അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇന്നത്തെ വീഡിയോയിൽ ഇവളെ കാണിക്കാൻ മറന്നുപോയി കേട്ടോ. തനൂട്ടിന്റെ അമ്മുനി ഡ്രസ്സ് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ കാണാൻ? ഇത് നല്ലൊരു ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.